സി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി ഒരു ടേണിംഗ് പോയിന്റാണ്. അതിൽ ചിലപ്പോൾ ചില ഒമിഷൻസ് ആൻഡ് കോൺട്രഡിക്ഷൻസ് എന്ന് പറയും. അത് വലിയ കാര്യമാക്കി എടുക്കേണ്ടതില്ല എന്ന് എത്രയോ കേസ് പറഞ്ഞിട്ടുണ്ട്. കാരണം പോലീസിനോട് നമ്മൾ കൊടുക്കുന്ന മൊഴി അത് അതേമാതിരി സ്റ്റീരിയോ വർഷങ്ങൾക്ക് ശേഷം കോടതിയിൽ പറയുമ്പോൾ ചിലത് വിട്ടുപോകും. ഇവിടെ ഫാക്റ്റ് എന്താണ്? ഈ 8-ാം പ്രതിയുടെ വീട്ടിൽ നിന്ന് ഈ വീഡിയോ കണ്ടോ ഇല്ലേ? അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് പരിശോധിക്കുമ്പോൾ അതെങ്ങനെ ഇവിടെ എത്തി? ഇദ്ദേഹത്തിൻ്റെ ഈ 8-ാം പ്രതിയുടെ വാദം എന്താണ്? ഈ പൾസർ തുനി എനിക്കറിയേയില്ല, പച്ച കള്ളമാണെന്ന് ഈ തെളിവുകൾ ഒരു തവണ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഒരിക്കലും നിൽക്കാത്തൊരു തെളിവ് ഈ വാദത്തിൻ്റെ ഇടയിൽ പ്രോസിക്യൂഷൻ കൊണ്ടുവരുമ്പോൾ അത് ഒരു കാരണവശാലും ഈ പൾസർ സുനിയുമായി ഞാൻ പരിചയമില്ല, അറിയില്ല, അപരിചിതനാണെന്ന് പറയുന്നത് കള്ളത്തരമാണ്. അപ്പൊ കോടതി, ഈ വിചാരണ കോടതി ഇത് വിശ്വസിക്കുന്നില്ല, അത് വിശ്വസിക്കുന്നില്ല. ഈ പോലീസിന് കൊടുത്ത മൊഴിയിലെ ചില വൈരുദ്ധ്യങ്ങളാണ് വിചാരണ കോടതിയുടെ വിധിയിൽ വലിങ്ങനെ ഊതി ഉറപ്പിച്ച് കാണിച്ചിരിക്കുന്നത്.